വലിയ വിജയത്തിനൊപ്പം കൂടുതൽ വനിതകളെയും നിയമസഭയിൽ എത്തിച്ച UDF. കഴിഞ്ഞ തവണ 2 പേർ മാത്രമുണ്ടായിരുന്നിടത്ത് ഇത്തവണ 9 വനിതകളാണ് UDF പാനലിൽ നിയമസഭയിൽ എത്തുന്നത്. ചരിത്രം കുറിച്ച് മുസ്ലിം ലീഗിൽ നിന്നുള്ള ആദ്യ വനിതാ MLA ആയി ഫാത്തിമ തഹ്ലിയയും ഇതിലുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ 10 വനിതാ MLAമാർ ഉണ്ടായിരുന്ന LDFന് ഇത്തവണ 2 പേർ മാത്രം. കഴിഞ്ഞ നിയമസഭയിൽ UDFന് 2 വനിതാ MLAമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ വലിയ വിജയത്തോടൊപ്പം വനിതാ MLAമാരും വർദ്ധിച്ചു. 9 വനിതാ MLAമാരാണ് UDF പാനലിൽ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാവുക. KK രമയും ഉമാ തോമസുമായിരുന്നു കഴിഞ്ഞ നിയമസഭയിലെ UDF MLAമാർ. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്നും ബിന്ദു കൃഷ്ണ, മാനന്തവാടിയിൽ നിന്ന് ഉഷ വിജയൻ, കോങ്ങാട് നിന്നും KA തുളസി, ചിറയിൻകീഴിൽ നിന്ന് രമ്യ ഹരിദാസ്, എലത്തൂരിൽ വിജയിച്ച വിദ്യാ ബാലകൃഷ്ണൻ, പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ, തൃക്കാക്കരയിൽ നിന്ന് ഉമാ തോമസ്, അരൂരിൽ വിജയിച്ച ഷാനിമോൾ ഉസ്മാൻ, വടകരയിൽ നിന്ന് KK രമ എന്നിവർ നിയമസഭയിലേക്കെത്തി. ഇതിൽ 6 പേർ നിയമസഭയിൽ പുതുമുഖങ്ങളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതയായി ഫാത്തിമ തഹ്ലിയ ചരിത്രം സൃഷ്ടിച്ചു. പേരാമ്പ്രയിൽ LDF കൺവീനർ TP രാമകൃഷ്ണനെതിരെ 5087 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഫാത്തിമ തഹ്ലിയ വിജയിച്ചത്. മറിച്ച് LDFന് കഴിഞ്ഞ പ്രാവശ്യം 10 വനിതാ MLAമാരുണ്ടായിരുന്നത് 2ലേക്ക് ചുരുങ്ങി. ആറ്റിങ്ങലിൽ നിന്നും CPMന്റെ OS അംബിക, നാട്ടികയിൽ നിന്ന് CPIയുടെ ഗീതാ ഗോപി എന്നിവർ മാത്രമാണ് ഈ നിയമസഭയിൽ LDF വനിതാ MLAമാരായി ഉണ്ടാവുക. 12 വനിതാ MLAമാരായിരുന്നു കഴിഞ്ഞ നിയമസഭയിൽ ആകെ ഉണ്ടായിരുന്നത്. 2021 തിരഞ്ഞെടുപ്പിൽ നിന്നും 11 വനിതകളാണ് നിയമസഭയിലേക്ക് എത്തിയത്. LDFന്റെ 10 MLAമാരും UDFന്റെ 1 MLAയും. KK രമയായിരുന്നു ഏക UDF വനിതാ MLA. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ഉമാ തോമസ് UDF MLA ആയി സഭയിലെത്തിയത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ശൈലജ ടീച്ചർ, വീണ ജോർജ്, ചിഞ്ചുറാണി തുടങ്ങിയ പല പ്രമുഖരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു. ഇനി അറിയേണ്ടത് ആരായിരിക്കും UDFൽ നിന്നുള്ള വനിതാ മന്ത്രി എന്നതാണ്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.